CBSE പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കാം. ഇക്ബാൽ അരക്കൽ വിദ്യാർത്ഥികൾക്കൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് ചോദിക്കാം. മധു, വിദ്യാർത്ഥികളെല്ലാം വലിയ ആശങ്കയിലാണ്. കാരണം ഈ പുനർമൂല്യനിർണ്ണയത്തിനും അതുപോലെ തന്നെ സ്കാനഡ് കോപ്പികൾ കിട്ടുന്നതിനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കെല്ലാം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്നുള്ള ഈ +2 പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുള്ള 2 വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിയ, അതുപോലെ തന്നെ അനുഷ്ക. രണ്ടുപേരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ +2 പരീക്ഷ എഴുതിയത്. പക്ഷേ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല. ഇല്ല, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. 10th ആ ഒരു പെർസെൻറ്റേജിനെക്കാളും ഡിക്രീസ് ആയിട്ടുണ്ട് 12th. സോ അപ്പോൾ റിസൾട്ട് വന്ന് 13th മെയിനാണ്. അപ്പോൾ തന്നെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഈ പെർസെൻറ്റേജ് കമ്മിയായത്. എക്സ്പെക്റ്റഡ് അതോളം വന്നില്ല. അപ്പോൾ 19th മെയിന് അവർ റീവാലുവേഷൻ്റെ സൈറ്റ് തുറന്നു. അപ്പോൾ ആ ദിവസം തന്നെ ഭയങ്കര ഗ്ലിച്ചസ്, ടെക്നിക്കൽ ഗ്ലിച്ചസ്, ഭയങ്കര ഈ ക്യാപ്ചർ എറർ, ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പേയ്മെൻറ്റ് ചെയ്തു. ആ ദിവസം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോഴും പേയ്മെൻറ്റ് നോട്ട് അപ്ഡേറ്റഡ്. അങ്ങനെ ദിവസം നോക്കുമ്പോഴും പേയ്മെൻറ്റ് നോട്ട് അപ്ഡേറ്റഡ്. ആ ദിവസം തന്നെ നോക്കുമ്പോൾ കുറേ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു എല്ലാ സമയം. അപ്പോൾ നോക്കുമ്പോൾ പേയ്മെൻറ്റ് നോട്ട് അപ്ഡേറ്റഡ്, അങ്ങനെ കുറേ പ്രോബ്ലംസ് കാണിച്ചു. പിന്നെ അവർ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ സ്കാൻ കോപ്പീസ് ബ്ലറി അങ്ങനെയൊക്കെ കാണിച്ചു. ഭയങ്കര ബുദ്ധിമുട്ട് ഏതായിരുന്നു? ഞാൻ 4 സബ്ജക്റ്റ് ടോട്ടലായി കൊടുത്തു. 5 സബ്ജക്റ്റാണ്, അതിൽ 4 എണ്ണം കൊടുത്തു. അതിൽ ഇംഗ്ലീഷിന് അതിനൊക്കെ നല്ലോണം മാർക്ക് കുറഞ്ഞുണ്ട്. എക്സ്പെക്റ്റഡ് ആയിട്ടോളം നല്ല മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ടേം എക്സാം ഒക്കെ വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇതിൽ മാർക്ക് കിട്ടുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഭയങ്കര. പേയ്മെന്റ് ചെയ്തിട്ട് സ്കാൻഡ് കോപ്പി കിട്ടിയോ? കിട്ടി. എന്നാണ് കിട്ടിയത്? ഇന്ന് സ്പാമിലാണ് വന്നത് മെയിലിൽ. ശരിക്കും അവർ നോട്ടിഫൈ ശരിക്കും തന്നില്ല. അവരെ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടില്ല. ഡൗൺലോഡ് സെക്ഷനിൽ നോക്കിയപ്പോൾ നില്ലെന്നാ കാണിച്ച്. പക്ഷെ ഇപ്പം സ്പാം മെയിൽ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അനുഷ്കയ്ക്കും സമാനമായിട്ടുള്ള ഒരു അനുഭവം? അതെ, സെയിം അനുഭവമായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറവായി. പിന്നെ കുറേ ഫ്രണ്ട്സിനും 90 എക്സ്പെക്ട് ചെയ്തവർക്ക് 85, 75 അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. സ്കാൻഡ് കോപ്പിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്? അതെ, ഫസ്റ്റ് പ്രോസസ് സ്കാൻഡ് കോപ്പിയാണ്. അത് കൊടുത്തിട്ടുണ്ട്. ഇനി 26th അവർ പറഞ്ഞിട്ടുള്ള റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ. അത് ഇനി എക്സ്റ്റെൻഡ് ആവുമോ അറിയില്ല. മാർക്ക് കുറഞ്ഞത് ഇംഗ്ലീഷാണ് കുറഞ്ഞത്. ഇംഗ്ലീഷിനുള്ള റീവാലുവേഷൻ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്? അതെ, അതാണ് കൊടുക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ഇപ്പോൾ 92% ഉണ്ട്. ബട്ട് ഞാൻ 94 to 95 ആണ് എക്സ്പെക്ട് ചെയ്തത്, ഇംഗ്ലീഷ് ഇൻക്ലൂഡഡ്. അപ്പോൾ അതിനെ ഒന്ന് നോക്കാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. OSM ആയതുകൊണ്ടാണോ ഈ മാർക്ക് കുറഞ്ഞതാണ്? അതെ, ടീച്ചേഴ്സ് യൂഷ്വലി ലിബറൽ ആയിരിക്കും. പക്ഷേ OSM കാരണം അവർക്കും കുറേ ടെൻസ്ഡ് ആയിട്ട് മാർക്ക് അങ്ങനെ കുറേ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ OSM കാരണം തന്നെയാണ്. പിന്നെ റീവാലുവേഷൻ സമയത്ത് നല്ല ടെക്നിക്കൽ ഗ്ലിച്ചും കുറേ ബ്ലർ അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ തന്നെയാണോ അവരൊക്കെ അനുഭവം? അതെ, അവർക്ക് കുറേ സബ്ജക്റ്റ് അവർക്ക് മാർക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ഒന്നാണെങ്കിൽ ചിലവർക്ക് 4 സബ്ജക്റ്റൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓവറോൾ ആയിട്ട്. റീവാലുവേഷൻ ഉള്ളതും സബ്മിറ്റ് ചെയ്ത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. റീവാലുവേഷൻ ഇപ്പോൾ ആയിട്ടില്ല, 26th ആണ്. അപ്പോൾ ഈ സ്കാൻഡ് കോപ്പീസിന് അവർ ഡിലേ ആക്കുന്നുണ്ട്. ഡേറ്റ് 23rd ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അവർ 24th ആക്കി. അപ്പോൾ അത് ഡിലേ ആക്കുന്നുണ്ട്. ഡിഗ്രി കോഴ്സസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരണം. കട്ട് ഓഫ് കുറയും ടോട്ടൽ പെർസെൻറ്റേജ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പേടിയിലുണ്ട്. അതെ, ആ ഒരു പേടി. പ്ലാൻ എന്തായിരുന്നു? ഇനി ഞാൻ എഞ്ചിനീയറിംഗ് നോക്കാൻ വിചാരിച്ചു. ബട്ട് ചില കോളേജ് നോക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് ഓവറോൾ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രോബ്ലം ആയിട്ടുണ്ട് എനിക്ക്. ചില സ്ഥലത്താണെങ്കിൽ ഓക്കെ, PCM മാത്രമേ നോക്കുള്ളൂ. പക്ഷെ അതും കുറേ ഫ്രണ്ട്സിനൊക്കെ ഒരു ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ കരുതുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്ന് പിന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കൊക്കെ നിങ്ങളുടെ ചാൻസസ് പോകുന്നുള്ളൊരു പേടിയുണ്ടല്ലോ? അതെ, ഇനി കോളേജൊക്കെ തുടങ്ങിയിട്ടാണോ വരാമെന്നൊരു സംശയം കൂടിയുണ്ട്. തന്നെയാണ്. അതെ, എവിടെയായിരുന്നു പ്ലാൻ ചെയ്തത്? ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തത്. അത് റിസൾട്ടിന് മുമ്പായിരുന്നു, ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കോളേജ് അപ്ലൈ ചെയ്യുമ്പോൾ കട്ട് ഓഫ് ഭയങ്കര ലോ ആയിട്ടുണ്ട്. അപ്പോൾ അത് അഫക്റ്റ് ആവും അഡ്മിഷൻസ്. ഇതാണ് ഈ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഇനി എന്ന് ഈ വെബ്സൈറ്റിലെ അപാകതകളെല്ലാം പരിഹരിക്കപ്പെടും? ഇനി എന്ന് തങ്ങൾക്ക് തങ്ങളുടെ മാർക്കുകളെല്ലാം കൃത്യമായി തന്നെ അതിൻ്റെ മാർക്ക് ഷീറ്റുകൾ ലഭിക്കും? ഇനി എന്ന് ഡിഗ്രിക്കെല്ലാം അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ള ആശങ്കയിലാണ് ഈ വിദ്യാർത്ഥികളുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്നുള്ളതാണ് ഇവരുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം ആവശ്യം. ഇക്ബാൽ അരക്കലാണ് വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുകൂടി നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു നൽകിയത്. അവരുടെ മുന്നോട്ടുള്ള പഠനത്തിന്റെ കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ മാർക്ക് കുറഞ്ഞത് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാർക്ക് കുറയലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും പുനർമൂല്യനിർണ്ണയത്തിനായി നൽകേണ്ടി വരുന്നു. ആ സമയത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചുകൂടി പറയുകയാണ് വിദ്യാർത്ഥികൾ.